ഹേയ് ഡോൾ, നീ എന്തിനാ വെറുതെ കിടന്ന് കരയുന്നത്? ആ ഒച്ച ഞാൻ അവിടെ കേട്ടു, അതുകൊണ്ട് ഓടി വന്ന്. പേടിക്കാൻ മാത്രം കരയാൻ മാത്രം ഇവിടെ എന്തുണ്ടായേ? ഈ ഉണ്ടാക്കിയ പ്രശ്നം മൊത്തം നീ ഉണ്ടാക്കിയതല്ലേ? ഞാൻ ഉണ്ടാക്കിയത്? നീ ഉണ്ടാക്കിയതല്ലേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്കിന്ന് ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിച്ചോളാം, പൊന്നു കൊണ്ട് നോക്കിക്കോളാം എന്നൊക്കെ. അപ്പോൾ നീ എന്താ പറഞ്ഞേ? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് വിഷമമായില്ലേ? എന്നിട്ട് പറഞ്ഞു നിനക്കിഷ്ടം എന്തോ അവനെയാണ്, അതുകൊണ്ടല്ലേ എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നത്. വെട്ടി 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 നുറുക്കിക്കൊണ്ടു. ഇപ്പൊ അവൻ ഇത്രയേ ഉള്ളൂ, കുറച്ച് ഇറച്ചി മാത്രം. അവൻ അച്ഛനും അമ്മയ്ക്കും പോലും അവനെ മനസ്സിലാവില്ല. അങ്ങനെയായിട്ടുണ്ട്. എന്തൊരു കഷ്ടമല്ലേ? നീ എന്നെ കൊന്നു. നീ കാരണമല്ലേ അവനെ ഞാൻ കൊല്ലേണ്ടി വന്നത്. അല്ലെങ്കിൽ അവനെങ്കിൽ കൊല്ലേണ്ടി വരുമായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ ഉടനെ തന്നെ നീ അവനോട് വേണ്ട, ഓക്കെ നിനക്ക് പറ്റിപ്പോയി, അവരെ വേണ്ട, എനിക്ക് എന്നെ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇല്ല. നിനക്ക് വാശി, നിനക്ക് ട്രൂ ലവ് ആൻഡ് ഫക്ഡ് അപ്പ് മാൻ. വെട്ടി നുറുക്കി 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 പീസ് പീസാക്കി ഞാൻ. എൻജോയ്. നീ ഇവിടുന്ന് എത്ര കരഞ്ഞാലും ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, നിനക്ക് കൃത്യമായിട്ട് അറിയാം. നിന്നെ വെറുതെ വിട്ട നാട്ടുകാർ മൊത്തം അറിയും ഞാനൊരു കൊലപാതകയാണ്. അതെനിക്ക് പറ്റൂല. നാട്ടുകാരെന്നെ ഒരു കൊലപാതക എന്ന കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റൂല. സോ നിനക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ എനിക്ക് വഴങ്ങിത്തരാം, അല്ലെങ്കിൽ ഞാൻ തരുന്ന പ്ലഷർ കൊണ്ട് നീ ലോകത്തോട്ട് വിട പറയാം. ഞാനൊട്ട് ക്രൂരനൊന്നും അല്ല കേട്ടോ. തിങ്ക് ആൻഡ് ഡിസൈഡ്.